നമസ്കാരം. വിവിപാറ്റ് കേസിൽ സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ മുന്നണി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ സ്വപ്നങ്ങൾ തകർക്കുന്ന വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുമുണ്ടായത്. അവർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയേറ്റെന്ന് മോദി പറഞ്ഞു. ഇവർ തുടർച്ചയായി ഇവിഎമ്മിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ ഇന്ന് സുപ്രീം കോടതി അവർക്ക് ശക്തമായ അടി നൽകി. അവർക്ക് ഒന്നും കാണാൻ കഴിയില്ല. ഇന്ന് ജനാധിപത്യത്തിന് നല്ല ദിവസമാണ്. ബീഹാറിലെ അരാരിയിൽ ഒരു പൊതു റാലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിലെ ഓരോ നേതാക്കളും ഇവിഎമ്മുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കുകയാണ്. എന്നാൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് ബാലറ്റ് പെട്ടികൾ കൊള്ളയടിക്കാൻ ഉദ്ദേശിച്ച് അവരുടെ എല്ലാ സ്വപ്നങ്ങളും തകർത്തു, മോദി പറഞ്ഞു. ഇന്ന് ലോകം മുഴുവൻ ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെയും തെരഞ്ഞെടുപ്പിലെ സാങ്കേതിക വിദ്യയെയും പുകഴ്ത്തുമ്പോൾ ഈ ആളുകൾ അവരുടെ വ്യക്തിപരമായ താൽപര്യങ്ങൾക്കായി ഇവിഎമ്മിനെ അപകീർത്തിപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു. അവർ തുടർച്ചയായി ജനാധിപത്യത്തെ ഒറ്റയ്ക്കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നും മോദി കൂട്ടിച്ചേർക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സംവിധാനം ബാലറ്റ് പേപ്പറുകളിലേക്ക് തിരിച്ചു പോകണമെന്ന ആവശ്യവും കോടതി തള്ളിയിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾക്കൊപ്പം മുഴുവൻ വിവിപാറ്റ് രസീതുകളും എണ്ണണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് തള്ളിയത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമായതിനാൽ മുഴുവൻ വിവിപാറ്റുകളും എണ്ണേണ്ടതില്ലെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ അറിയിച്ച നിലപാട്. ഇത് തെരഞ്ഞെടുപ്പ് ഫലം വൈകിപ്പിക്കുമെന്നും കമ്മീഷന്റെ വാദമുണ്ടായിരുന്നു. കമ്മീഷന്റെ വാദം അംഗീകരിച്ചായിരുന്നു കോടതി വിധി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമത്വത്തിന് സാധ്യതയുള്ളതിനാൽ വിവിപാറ്റ് രസീതുകൾ എണ്ണേണ്ടത് അനിവാര്യമാണെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. എന്നാൽ അന്ധമായി ഒരു സംവിധാനത്തെയും തടസ്സപ്പെടുത്തരുതെന്ന് ഹർജി തള്ളിയ കോടതി ഉത്തരവിൽ സൂചിപ്പിച്ചു. ഇലക്ട്രോണിക് മെഷീന്റെ സുതാര്യതയെ ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷം ചോദ്യം ചെയ്തിരുന്നു.